ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് AI വന്നു കഴിഞ്ഞാൽ കോഡേഴ്സിൻ്റെ പണി പോകുക എന്നുള്ളത്. നോൺ ഐ ടി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിനെ രണ്ട് മൂന്നായിട്ട് തിരിക്കാം. രണ്ട് മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും. എയുടെ ഒരു കടന്നുകയറ്റം പല കോഡേഴ്സിൻ്റെയും ചിലപ്പോൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് AI വന്നു കഴിഞ്ഞാൽ കോഡേഴ്സിൻ്റെ പണി പോകുക എന്നുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഇപ്പോൾ എയുടെ ഒരു കടന്നുകയറ്റം പല കോഡേഴ്സിൻ്റെയും ചിലപ്പോൾ ഇപ്പോൾ രണ്ടുപേര് വർക്ക് ചെയ്യുന്നതിൻ്റെ സമയത്ത് ഒരു വർക്ക് ചെയ്താൽ മതി എന്നുള്ള രീതിയിലേക്കുള്ള ആ എഫേർട്ട് റെഡ്യൂസായി വരുന്നുണ്ട്. അപ്പോൾ അത് കാരണം ചിലപ്പോൾ ആളുകളുടെ ഒരു ചിലപ്പോൾ കുറയാൻ ചാൻസ് അതായത് കുറഞ്ഞിട്ടുണ്ട് അങ്ങനെ. അതായത് ഇപ്പോൾ AI കാരണം ഒരുപാട് എഫേർട്ട് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഒരു AI ടൂളുമായിട്ട് വളരെ ലൈക്ക് എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പഠിക്കുക, അല്ലെങ്കിൽ അത് ലേൺ ചെയ്തിട്ട് ഹൗ ടു ഡു എ പ്രോംപ്റ്റ്, ഒരു പ്രോംപ്റ്റ് എങ്ങനെ ചെയ്തിട്ട് അതിൽ നമ്മൾക്ക് കിട്ടുന്ന ടിക്കറ്റ് അല്ലെങ്കിൽ ടാസ്ക് എങ്ങനെ മിനിമം ടൈമിൽ ചെയ്ത് തീർക്കാൻ പറ്റുമെന്ന് ശ്രമിക്കുക. അപ്പോൾ AI പ്രോംപ്റ്റ് വെച്ചിട്ട് നമ്മൾ കൃത്യമായി പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനുള്ള ആൻസർ നമുക്ക് കിട്ടും. അപ്പോൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ChatGPT, GitHub Copilot, DeepSeek, അങ്ങനെ ഒരുപാട് AI നമ്മളിപ്പോൾ ഗൂഗിളിൻ്റെ ഇപ്പോൾ AI ഉണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ നിങ്ങളും അപ്പോൾ ഒരു AI അറിയുന്ന എഞ്ചിനീയറെ റീപ്ലേസ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്നില്ല. ഒരു എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന AI GitHub Copilot ആണ്. എൻ്റെ ഡെവലപ്മെൻറ്റ് പർപ്പസിന് ഞാൻ എൻ്റെ ഇൻ്റലിജ് IDEയിൽ ഓൾറെഡി പ്ലഗിൻസ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ലൈസൻസ്ഡ് വെർഷനാണ്. ഒരുവിധം എല്ലാ കമ്പനീസും അവരുടെ AI അവരുടെ ഡെവലപ്മെൻറ്റ് പർപ്പസിന് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതെ, ബില്ലിങ്, അതായത് അവർ വാങ്ങി ബില്ലബിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു AI അറിയുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ നമുക്ക് വരുന്നൊരു ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ നോൺ IT ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഒരുപാട് പേര് ഇപ്പോൾ ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സോ അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു MNC കമ്പനിയാണ് അവരുടെ ടാർഗറ്റ് എന്നുണ്ടെങ്കിൽ അവിടെ എത്ര അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്? അതേപോലെ സ്റ്റാർട്ടപ്പ് ആയാലും എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് വരുന്നത്? ഇപ്പോൾ ഈ നോൺ IT എന്ന് പറയുമ്പോൾ തന്നെ നമുക്കതിനെ രണ്ട് മൂന്നായിട്ട് തിരിക്കാം. രണ്ട് മൂന്ന് കാറ്റഗറി ആയിട്ട് തിരിക്കാൻ പറ്റും. ഇപ്പോൾ ഫസ്റ്റ് BTech നോൺ IT BTechകാരാണെങ്കിൽ അവർക്ക് എപ്പോഴും ഓപ്പണാണ്. MNC കമ്പനീസ് തന്നെ എടുക്കുന്നുണ്ട്. അതെ, IT ബാക്കി അല്ലെങ്കിൽ BTech ഇപ്പോൾ എന്താണ് മെക്കാണെങ്കിലും സം അതർ സ്ട്രീം, ഇലക്ട്രോണിക്സ്, ഇലക്ട്രിക്കൽ, അങ്ങനത്തെ പല സ്ട്രീമിൽ നിന്ന് വരുന്ന ആളുകൾക്ക് എപ്പോഴും IT വെൽക്കം ചെയ്യണവരെ. നിങ്ങൾ വന്നാൽ മതി, നിങ്ങൾ ട്രെയിൻ ചെയ്തതിന് ശേഷം റെസ്പെക്റ്റീവ് ഓഫ് സ്ട്രീമിലേക്ക് കൊണ്ടുവിടും. ഇപ്പോൾ ഓരോരോ ടെക്നോളജിയിൽ കൊണ്ടുപോയിട്ട് നമ്മൾ അതിൽ വർക്ക് ചെയ്യും. പിന്നെ ബാക്കി ഇപ്പോൾ BSc ഇപ്പോൾ മാത്സ് അല്ലെങ്കിൽ BSc ഫിസിക്സ്, കെമിസ്ട്രി അങ്ങനത്തെ ആളുകൾക്ക് ആണെങ്കിൽ അവർക്കും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഡാറ്റ സയൻസും കുറച്ച് കാര്യങ്ങളിലേക്ക്, ഡാറ്റ എഞ്ചിനീയർ എന്ന രീതിയിലേക്കൊക്കെ ബിസിനസ് ഒരുപാട് IT റിലേറ്റഡ് ആയിട്ടുള്ളതുണ്ട്. പിന്നെ അതിനും നമുക്ക് തീരെ ശ്രമിച്ചിട്ടും കിട്ടുന്നില്ലെങ്കിൽ BPO BPS എന്നുള്ളതുണ്ട്. അത് കോഡിംഗ് അല്ല, അത് ബാങ്കിങ് പ്രോസസ് റിലേറ്റഡ് ആയിട്ടുള്ള BPS ഒക്കെ. IT കൾച്ചറിലേക്ക് വരണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വിഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ചൂസ് ചെയ്യാം അല്ലേ, ഒരു ഓപ്ഷൻ ആയിട്ട്. IT കൾച്ചർ എന്ന് പറഞ്ഞാൽ അത് ബാങ്കിങ് പ്രോസസ്സാണ്, കോർപ്പറേറ്റുകളുടെ തന്നെയാണ്. നമ്മൾ IT മീൻസ് ഇപ്പോൾ ഈ പറയുന്ന പോലെ ഡെവലപ്പർ, ടെസ്റ്റിംഗ്, സപ്പോർട്ട്, ഡെവോപ്സ് അങ്ങനത്തെ രീതികളിലേക്ക്, അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ സപ്പോർട്ട് അങ്ങനത്തെ രീതിയിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അതിനായിട്ട് എയിം ചെയ്തിട്ട് വരികയായിരിക്കും നല്ലത്. അതായത് ഇപ്പോൾ ഒരു കമ്പനിയിൽ നിങ്ങൾ ഓപ്പണിംഗ് കണ്ടു, അത് ഇതിനുള്ളതല്ലെങ്കിൽ നിങ്ങൾ അതിനെ അപ്ലൈ ചെയ്യാണ്ടിരിക്കുകയാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങൾ അതിൽ കയറിയിട്ട് നിങ്ങളുടെ എയിം ജോബ് എന്താണോ അതിനുവേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കണം. ഇതാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ലേണിംഗ് പോലെ ഇരിക്കും എല്ലാം. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എത്രത്തോളം ലേൺ ചെയ്യുന്നു അത്രത്തോളം നമുക്ക് എഫക്റ്റ്. ഒരു അഡ്വൈസ് കൊടുക്കാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രൊജക്ട് നിങ്ങൾ ഷോക്കേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ നോൺ IT വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, നിങ്ങളൊരു ടെക്നോളജി ആയിട്ട് വളരെ ടൈപ്പ് അല്ലെങ്കിൽ വളരെ അടുത്ത് നമ്മൾ ആ ടെക്നോളജി പഠിക്കുക, ഏറ്റവും കൂടുതൽ ആ ടെക്നോളജിയുടെ സൈഡ് വശങ്ങളൊക്കെ പഠിക്കുക, ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ആ പ്രൊജക്റ്റ് നിങ്ങളുടെ റെസ്യൂമിൽ ആഡ് ചെയ്യുക. ഈ പ്രൊജക്റ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണൂ, കണ്ടിട്ട് നിങ്ങൾ എൻ്റെ കോഡും അല്ലെങ്കിൽ എൻ്റെ പ്രൊജക്റ്റ് ഒന്ന് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞാൽ മതി എന്നെ ഹയർ ചെയ്യണോ വേണ്ടയോ എന്ന്. നിങ്ങളുടെ റെസ്യൂം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല കമ്പനികളിലും നമ്മുടെ പ്രൊജക്റ്റാണ്. അതായത് നമ്മൾ ചെയ്ത പ്രൊജക്റ്റ് വർക്ക്
പോർട്ട്ഫോളിയോ എന്നൊക്കെ പഴയ പോലെ അതെ പോർട്ട്ഫോളിയോസിനാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻസ്. പിന്നെ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ നമുക്ക് ഓപ്പൺ സോഴ്സ് പ്രൊജക്റ്റുകളൊക്കെ ഉണ്ട്. നമുക്ക് ജിറ്റ് ഹബിൽ നമുക്ക് നമ്മുടേതായ ഒരു ആരെങ്കിലും ചെയ്തു വെച്ച സാധനം നമ്മൾക്ക് നമ്മുടെ ചേഞ്ചുകൾസ് വേണമെങ്കിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന രീതിയിൽ അവരുടെ നമുക്ക് ജിറ്റ് PR ഇടാം. നമുക്ക് അവർക്ക് ഒരു PR റേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് തോന്നുകയാണ് ഇതൊരു നമുക്ക് വേണ്ടതാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഓപ്പൺ സോഴ്സ് കമ്മിറ്റികളൊക്കെ നമ്മൾ ചെയ്തു നമ്മുടെ പ്രൊഫൈലിൽ ഉണ്ടെങ്കിൽ അതൊരു ഹൈലൈറ്റ് ആണ്. ഓപ്പൺ സോഴ്സിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ റെപ്പോസിറ്ററി ഉണ്ടല്ലോ, പബ്ലിക് റെപ്പോസിറ്ററീസ് ഒക്കെ നമുക്ക് കാണിക്കാം. നമ്മൾ ഇത്ര ഇതിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇതൊക്കെയാണ് നിൻ്റെ കോഡുകൾ, സോ ഞാൻ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഇത് നിങ്ങൾക്ക് ഒന്ന് ചെക്ക് ചെയ്തിട്ട് എൻ്റെ കോഡ് ക്വാളിറ്റിയും അല്ലെങ്കിൽ എൻ്റെ പ്രോബ്ലം സോൾവിങ് ഒക്കെ ജസ്റ്റ് ഇതിലൊന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. നമുക്ക് അടുത്ത റൗണ്ട്, ഫസ്റ്റ് റൗണ്ട് അല്ലെങ്കിൽ ഏത് റൗണ്ട് ആണെങ്കിൽ ആ റൗണ്ടിലേക്ക് മൂവ് ചെയ്യാം. ഇപ്പോൾ ഈ പറഞ്ഞപ്പോഴാണ് എനിക്കൊരു ഡൗട്ട് ഉള്ളത്. ഇപ്പോൾ ഫ്രീലാൻസിങ് ജോബ്സ് നമ്മൾക്ക് ആക്ച്വലി നമ്മളത് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണ്? ഫ്രീലാൻസിങ് ജോബ്സ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം. എന്താ വെച്ചാൽ നമ്മുടെ റെസ്യൂമേ നമുക്ക് പല വെബ്സൈറ്റുകളിലും നമുക്ക് ഇടാം. ഫ്രീലാൻസിന് വേണ്ടിയിട്ട് തന്നെ ഇഷ്ടംപോലെ നമുക്ക് ധാരാളം വെബ്സൈറ്റുകളുണ്ട്. നമുക്ക് അതിൽ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇൻ്റർവ്യൂ ഒക്കെ എടുക്കാം. ഒരു ഇൻ്റർവ്യൂവിന് അപ്പിയർ ചെയ്തിട്ട് അവർ ഓക്കെ ആണെങ്കിൽ അവരുടെ ഒരുപാട് ക്ലയൻറ്റും ആയിട്ട് നമുക്ക് ചിലപ്പോൾ ചില ക്ലയൻറ്റുകൾ നമുക്ക് വേണ്ടി തന്നെ നമ്മുടെ പ്രൊഫൈൽ കണ്ട് അട്രാക്ട് ചെയ്ത് വരുന്നവരുണ്ട്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ജോബ് ഹണ്ടിങ് സൈറ്റുകളുണ്ടല്ലോ, അതിലൊക്കെ നമുക്ക് കൊണ്ടുപോയിട്ട് അപ്പോൾ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ഫ്രീലാൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ, അതായത് 2 hours 3 hours വർക്ക് ചെയ്യാൻ പറ്റുമോ കണ്ടു വരാറുണ്ട്. എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ വർക്ക് ചെയ്യാൻ പോകാറില്ല. അത് എനിക്ക് മാത്രമല്ല എല്ലാവിധ IT റിസോഴ്സിനും വരുന്ന ഒരു ചോദ്യമാണ്. ആരെങ്കിലും പിങ് ചെയ്യും, നിങ്ങൾക്ക് 2 hour സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ, എക്സ്ട്രാ ചാർജ് നമ്മൾ ചെയ്യാം, അതായത് ഹവറിന് ഇത്ര $1 വെച്ചിട്ട് ചാർജ് ചെയ്യാൻ പറ്റുമെന്ന് പറയും. അപ്പോൾ സ്കാംസ് നമുക്ക് എന്താ വെച്ചാൽ നോക്കി കണ്ട് നല്ല ക്ലയൻറ്റ് നോക്കി എടുക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് അല്ലേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. അതെ, സ്കാമുകളൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിപ്പോൾ കോഴ്സ്, ഓൺലൈൻ കോഴ്സ് ആണെങ്കിലും ഒക്കെ സൂക്ഷിച്ച് റിവ്യൂ നോക്കിയിട്ടൊക്കെ എടുക്കുകയായിരിക്കും നല്ലത്. തീർച്ചയായിട്ടും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ട് അനലൈസ് ചെയ്തായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ പറഞ്ഞത് ഫ്രീലാൻസ് സൈറ്റുകൾ സുലഭമാണ് നമ്മുടെ ഈ കറൻറ്റ് മാർക്കറ്റിൽ. അപ്പോൾ ഒരാൾക്ക് ഫ്രീലാൻസ് ചെയ്യണം, അപ്പോൾ നമുക്ക് എൻ്റെ UG PG കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പോകാം. ഓക്കെ, ഇപ്പോൾ സ്റ്റുഡൻസിന് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീലാൻസിങ്. നമ്മൾ നന്നായിട്ടൊരു ലേണിംഗ് പാത്ത് സെറ്റ് ചെയ്യുക, കുറച്ച് ടെക്നോളജീസ് പഠിക്കുക, അതിനുശേഷം നിങ്ങളൊന്ന് വർക്കൗട്ട് ചെയ്യാനുള്ള ഒരു എൻവയോൺമെൻറ്റ് കൂടിയാണ് ഉദ്ദേശിച്ചത് അല്ലേ? ഓക്കെ. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ ഫ്രീലാൻസ് സൈറ്റുകളിലൊക്കെ പോയിട്ട് രജിസ്റ്റർ ചെയ്യുക. അറ്റ്ലീസ്റ്റ് ഒരു ക്ലയൻറ്റെങ്കിലും ഒപ്പിച്ചിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫെയിൽ ആവുകയാണെങ്കിൽ ഓക്കെ, യു ക്യാൻ ഡ്രോപ്പ് ഇറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു കരിയർ സ്വിച്ച് ആയിരിക്കും ചിലപ്പോൾ. അതിന് മുന്നേ ചെയ്യാനുള്ളത്, അതിലേക്ക് എത്തിപ്പെടുന്നതിന് മുന്നേ നിങ്ങളൊരു പ്രൊജക്റ്റ് തന്നെ ചെയ്തിട്ട് ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റും അതേപോലെ കോമ്പറ്റീറ്റീവ് പ്രോഗ്രാമിംഗ് ഒക്കെ ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു വെബ്സൈറ്റ് വർക്ക് ചെയ്തിട്ട് അതൊന്ന് ഡെവലപ്പ് ചെയ്തിട്ട് റണ്ണിങ് കണ്ടീഷനിലാക്കി കാണിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അതിൻ്റെ കോഡ് ബേസ് കൊടുത്തിട്ട് ഇത് കാണിച്ചു കൊടുത്താലും മതി. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ കമ്പനീസ്, അതായത് ഏതെങ്കിലും ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു കാര്യം ഞാൻ വിട്ടുപോയി. അതായത് ഇപ്പോൾ നോൺ IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്, IT ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്ന ആളുകളുണ്ട്. ഇപ്പോൾ ഇവർ ചില കമ്പനീസുകളൊക്കെ അവർ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു പാക്ക്ഡ് എഞ്ചിനീയറെയാണ്. ഇപ്പോൾ ഫ്രണ്ട് എൻഡും ബാക്ക് എൻഡും ഡാറ്റാബേസും അറിയുന്ന ഒരു വ്യക്തി, ഫുൾ സ്റ്റാക്ക് ഡെവലപ്പറെയാണ് ഇപ്പോൾ എല്ലാവരും എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾക്ക് ഈ സംഗതികളെല്ലാം അറിയെങ്കിൽ നിങ്ങൾ ഓൾറെഡി കൊടുത്തു, ഇതെൻ്റെ വെബ്സൈറ്റാണ്, ഞാൻ ചെയ്തതാണ്. അപ്പോൾ അവരതിന് ഇൻ്റർവ്യൂ ചെയ്യും, ഇതൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയെന്ന് വിചാരിക്കാം, നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തു, സക്സസ് ആയി. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡയറക്ട്ലി അവരുടെ എന്താ പറയുക ഒരു പെർമനന്റ് സ്റ്റാഫായും, അതായത് ഹയറായി. അതാണ് ഉദ്ദേശിച്ചത്. അതായത് അവര് ഹയർ ചെയ്യുന്ന ചില കാര്യങ്ങളിലേക്ക് ചില ബേസ്ഡ് ഓൺ ദ ക്രൈറ്റീരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ്. ഇവന് പണി അറിയോ, ഇവനൊരു വെബ്സൈറ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അത് ചെയ്യാൻ അറിയോ, ബേസിക് ഐഡിയ ഉണ്ടോ. ഇപ്പൊ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന വെച്ചാൽ നമ്മളിത് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി കഴിഞ്ഞു, നമ്മൾ ഇന്ന ടെക്നോളജിയിലൊക്കെ കവർ ചെയ്ത് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ പിന്നെ അവനെ വീണ്ടും ട്രെയിൻ ചെയ്തിട്ട് വെറുതെ ടൈം കളയേണ്ട ആവശ്യമില്ല. ഡയറക്റ്റ് പ്രൊജക്റ്റിലേക്ക് ഇടുക, അല്ലെങ്കിൽ ചെറിയൊരു ബേസിക് ട്രെയിനിങ് കൊടുക്കുക. പിന്നെ അതിന് വേണ്ടിയിട്ടൊരു എമൗണ്ട് ഞാൻ വേറെ
സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല കമ്പയർ ടു MNC. MNC ലോട്ട് ഓഫ് മണി സ്പെൻഡിങ് ഫോർ ദ ട്രെയിനിങ്. നമ്മൾ ഒരാൾ ഞാൻ എൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് അതായത് സ്റ്റാർട്ടിങ്ങിൽ തന്നെ 3-4 എക്സാം എഴുതിയിട്ടുണ്ടായിരിക്കും കോഗ്നിസന്റിന്റെ സ്റ്റാർട്ടിങ്ങിൽ. അപ്പോൾ അതെന്താ വെച്ചാൽ അവർ എക്സ്ട്രാ പെയ്ഡ് ചെയ്തിട്ടാണ് ട്രെയിനിങ് നമുക്ക് തരുന്നത്. കമ്പയർ ടു സ്മോൾ സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ അവരെന്താ ചെയ്യുന്നത് വെച്ചാൽ അവർക്ക് കഴിവുള്ളവർ തന്നെ ഇതിലേക്ക് എടുക്കുന്നു. ട്രെയിനിങ് മിനിമൽ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ആവശ്യമുള്ള ട്രെയിനിങ്ങോ പ്രൊഡക്റ്റ് നോളജ് കൊടുക്കുന്നു. അങ്ങനെയുള്ളതുണ്ട്. അല്ലെങ്കിൽ ട്രെയിനിങ് കൊടുക്കുന്നവരുണ്ട്. പക്ഷെ അവർക്കറിയാം ആ റിസോഴ്സിനെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഓൾറെഡി അറിയാം. പിന്നെ വരുന്ന ഒരു മെയിൻ ഡൗട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ MNCയിലൊക്കെ ട്രൈ ചെയ്യാതിരിക്കുന്നതിൻ്റെ ഒരു മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് അത്ര ഇംഗ്ലീഷ് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു കാരണം കൊണ്ട് മാത്രം മാറി നിൽക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ അവരോട് എന്താണ് പറയാനുള്ളത്? നമുക്ക് അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്തും എനിക്കും ഭയങ്കര പ്രയാസമായിരുന്നു ഇംഗ്ലീഷ്. അതായത് ഞാനൊരു മലയാളം മീഡിയത്തിൽ നിന്ന് വരുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്നത് സെൽഫ് ഇൻട്രൊഡക്ഷനൊക്കെ ഒരു കണ്ണാടിക്ക് മുന്നിൽ നിന്നിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് പഠിക്കുക. പിന്നെ നമ്മുടെ പ്രൊജക്റ്റിനെ കുറിച്ചിട്ടൊക്കെ ആണെങ്കിലും അതും ഒന്നൊരു ഇതൊക്കെയാണ് ഞാൻ ചെയ്തത്. ഇന്ന ടെക്നോളജീസ്, ഒരു ഇൻട്രൊഡക്ഷൻ, ക്ലീൻ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ക്ലീൻ ഡിസ്ക്രിപ്ഷൻ അബൌട്ട് യുവർ പ്രൊജക്റ്റ്, ഒരു ഇതൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്ന് നമ്മൾ ആദ്യം തന്നെ ഒന്ന് പഠിച്ചു വെക്കുക. നമ്മുടെ ഇൻട്രൊഡക്ഷൻ വളരെ സ്മൂത്ത് ആൻഡ് ബ്യൂട്ടിഫുൾ ആണെങ്കിൽ നമ്മളും ഒരു കോൺഫിഡൻ്റ് ആവും, ആ പറയുന്ന അവർക്കും ഒരു കോൺഫിഡൻസ് തോന്നും, അല്ല അവർക്കൊരു ഇൻട്രസ്റ്റ് നമ്മുടെ ഇതിൽ വരും. അതുപോലെ തന്നെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ടാസ്കിൽ നമ്മൾ വർക്ക് ചെയ്തു, അതൊരു മേ ബി ഒരു എക്സ്റ്റൻഷൻ ആവശ്യമുണ്ട്, കുറച്ച് ടൈം കൂടെ എനിക്ക് ആവശ്യമുണ്ട്, ഞാൻ എസ്റ്റിമേറ്റ് ചെയ്ത ടൈമിൽ നിന്നും കുറച്ച് ടൈം കൂടെ എനിക്ക് ആവശ്യമുണ്ട്. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ അവരുടെ അടുത്ത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഞാൻ അതിൽ വരാം. എനിക്ക് പറയാനുള്ളത് വെച്ചാൽ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ആവുന്നത് നിങ്ങൾ കീപ് ട്രൈ അല്ലെങ്കിൽ നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ടേ ഇരുന്നാലേ അത് ഇമ്പ്രൂവ് ആവുള്ളൂ. അപ്പോൾ തെറ്റ് സ്റ്റാർട്ടിങ്ങിൽ ഒരുപാട് തെറ്റുണ്ടാകും, പക്ഷേ ഗ്രാജുവലി നമ്മളത് ഇമ്പ്രൂവ് ആയിട്ട് വന്നോളും. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഇപ്പം നമ്മളൊരു ക്ലയന്റ് ആണെന്നുണ്ടെങ്കിലും അവർ നമ്മളെ ഒരു ഇംഗ്ലീഷ് അറിയാത്ത ഒരാളാണ് പറഞ്ഞിട്ട് ക്രിട്ടിസൈസ് ചെയ്യൊന്നും അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ വരാൻ അങ്ങനെ അത് നമ്മൾ കൺവേ ചെയ്യുന്ന മെസ്സേജ് അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കൊടുക്കുക. സിമ്പിൾ ഇംഗ്ലീഷ് ഉപയോഗിച്ചാൽ മതി. അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ള ഇംഗ്ലീഷ് ഉപയോഗിക്കുക. പിന്നെ എപ്പോഴും വളരെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതായത് എനിക്ക് ഇത്ര സമയം എക്സ്ട്രാ വേണമെന്ന് പറഞ്ഞാൽ അത് കൃത്യമായിട്ട് പറയാൻ നോക്കുക. അല്ലാണ്ട് അവസാനത്തെ നിമിഷത്തിൽ പോയിട്ട് എനിക്ക് കുറച്ചും കൂടി സമയം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നല്ല എസ്കലേഷനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കാരണം കൃത്യമായിട്ട് പറയാം. ഇപ്പം ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ചെയ്യാൻ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ ചില വീഡിയോസൊക്കെ കാണുക, അല്ലെങ്കിൽ ചില സിനിമകളൊക്കെ ഇംഗ്ലീഷിൽ ഒരുപാട് ഇംഗ്ലീഷ് സിനിമകളുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാലും കുറേയൊക്കെ ഇമ്പ്രൂവ് ചെയ്യാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് വേണ്ട ഇംഗ്ലീഷുകൾ നമ്മൾ തന്നെ പഠിച്ചു വയ്ക്കുക. ഇൻട്രൊഡക്ഷനും പ്രൊജക്റ്റിനെ കുറിച്ചും പിന്നെ ഒരു ക്വസ്റ്റ്യൻ വന്ന് എങ്ങനെ ആൻസർ ചെയ്യാന്നുള്ളതൊക്കെ ഒന്ന് ജസ്റ്റ് നമ്മൾ തന്നെ ഒന്ന് പഠിച്ചു വയ്ക്കുക. അതായത് ഇതിങ്ങനെ പറയാൻ പറ്റും എന്ന രീതിയിൽ സിമ്പിളായിട്ട്, ഏറ്റവും സിമ്പിളായ രീതിയിൽ. പൊതുവെ ഒരു എൻവറോൺമെന്റിൽ നമ്മൾ കയറുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ അവരുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത്, അല്ലെ കമ്പനിയുടെ ഉള്ളിൽ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഈസി ആയിട്ട് ഒന്ന് ഇമ്പ്രൂവ് ആവാൻ പറ്റും ഇംഗ്ലീഷിൽ. തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ഒരു ട്രെയിനിങ്ങിന് നമ്മൾ എല്ലാം മലയാളികളായിരിക്കില്ല. ഇപ്പോൾ ഞാൻ പുറത്ത് ട്രെയിനിങ്ങിന് പോവുകയാണെങ്കിൽ, ഇപ്പോൾ കേരളത്തിന് പുറത്താണ് ട്രെയിനിങ്ങിന് പോവുകയാണെങ്കിൽ അവിടെ വരുന്നവർ ചിലപ്പോൾ പല സ്റ്റേറ്റിൽ നിന്ന് വരുന്ന എംപ്ലോയി, അതായത് കാൻഡിഡേറ്റ്സ് ആയിരിക്കും. എംപ്ലോയി അല്ല, കാൻഡിഡേറ്റ് പിന്നെയാണ് എംപ്ലോയി ആവും. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മലയാളം, അവർക്ക് മലയാളം അറിയില്ല, നമുക്ക് അവരുടെ ലാംഗ്വേജ് അറിയില്ല. അപ്പോൾ നമുക്ക് ആകെയുള്ള മീഡിയം ഇംഗ്ലീഷാണ്. അപ്പോൾ നമ്മൾ ഫോഴ്സ്ഫുള്ളി നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഇംഗ്ലീഷിലാണ്. പിന്നെ നമ്മൾ ഇമ്പ്രൂവ് ആവും. പിന്നെ ചില MNCകളിൽ അതിനായിട്ടുള്ള ഇമെയിലും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടുള്ള അതല്ലെങ്കിലും നമ്മൾ യൂസ്ഡ് ആവും. കാരണം നമ്മുടെ എംപ്ലോയീസോ, അതായത് എഞ്ചിനീയേഴ്സ് ആൻഡ് സീനിയേഴ്സ്, മെന്റേഴ്സ് എല്ലാം ഇംഗ്ലീഷ് ആയിരിക്കും യൂസ് ചെയ്യുക. ഇനി മലയാളം ആണെങ്കിൽ പോലും നമ്മൾ സ്ക്രം കോള് അല്ലെങ്കിൽ മീറ്റിങ്ങുകൾ, ഇതിലെല്ലാം ഇംഗ്ലീഷാണ് മീഡിയം ഉപയോഗിക്കുന്നത്. അപ്പോൾ യൂസ്ഡ് ആവും. നമ്മൾ മൈൻഡ് സെറ്റ് വെച്ചാൽ മതി. ലേൺ ചെയ്യുന്നുള്ള മൈൻഡ് സെറ്റാണ് നമുക്ക് വേണം. പിന്നെ ഒരു ഡൗട്ട് വരാനുള്ള ഒരു ചാൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രഷേഴ്സിന് മെയിൻലി ഇപ്പോൾ ഞാനൊരു ഡിഗ്രി കഴിഞ്ഞു, ഞാനൊരു കമ്പനിയിൽ പ്ലേസ്ഡ് ആയി, ലാസ്റ്റ് റൗണ്ട് ഓഫ് ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ എനിക്ക് അതിലൊരു സാലറി ഡിസ്കഷൻ്റെ ഒരു സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ എനിക്കത് എത്രത്തോളം യൂസ്ഫുള്ളായിട്ട് മാനേജ് ചെയ്യാൻ പറ്റും, എനിക്ക് ഡിമാൻഡ് ചെയ്യാൻ പറ്റുമോ, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ MNCകൾക്ക് ഒരു ഇപ്പോഴത്തെ MNCകളുടെ ഫ്രഷേഴ്സിൻ്റെ ഒരു സ്കെയിലുണ്ട്. 3.5 to 4.5 അല്ലെങ്കിൽ 4.5 to 5.5 ഒരു റേഞ്ചാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് ലാക്ക് പെർ ആനം. അപ്പോൾ
എൻട്രി ലെവൽ എഞ്ചിനീയേഴ്സിന് ഇതാണ് സാധാരണ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. പിന്നെ ഇപ്പം നിങ്ങൾക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ വേറെ രീതിയിൽ ഇപ്പോൾ ബിടെക് ആണെങ്കിൽ ഒരു സ്കെയിലാണ്, BSc കമ്പ്യൂട്ടർ സയൻസും BCAക്കും വേറെ സ്കെയിലാണ്. അപ്പോൾ നിങ്ങൾക്ക് BScയുടെ അല്ലെങ്കിൽ BCAയുടെ സ്കെയിലിൽ നിങ്ങൾ തീരെ സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ ഏറ്റവും നല്ലത് നിങ്ങൾ MCA എടുത്തിട്ട് തിരിച്ച് വരുന്നതായിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ചില സ്റ്റാർട്ടപ്പുകളൊക്കെ ഹയർ ചെയ്യുന്നത് ഫുള്ളി പാക്ഡ് ആയ എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു പണി അറിയാവുന്ന അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ഓറിയന്റഡ് കൺസെപ്റ്റിനെ കൃത്യമായിട്ട് അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഒരു കാൻഡിഡേറ്റിനെ ആണെങ്കിൽ അവർ പറയുന്ന കാശ് ചിലപ്പോൾ നമ്മളൊന്ന് പ്രൂവ് ചെയ്ത് കൊടുത്താൽ മതി, നമുക്കിത് അറിയാം എന്നുള്ളത് പറഞ്ഞു. MNCകളിൽ റോൾ ജെൻസി പറഞ്ഞ റോൾ ഉണ്ട്, അതിലും കുറച്ച് പാക്കേജ് അധികം സാധാ എഞ്ചിനീയേഴ്സിനായിട്ടും കുറച്ചും കൂടെ. ക്രൈറ്റീരിയാസ് ഒക്കെ എന്താണ്? അത് ഇന്റർവ്യൂകൾ ഉണ്ടാവും, പിന്നെ ട്രെയിനിങ്ങുകൾ ഉണ്ടാവും. ആ ട്രെയിനിങ്ങുകളിലൊക്കെ പാസ്സായിട്ട് കഴിഞ്ഞ വൺസ് ദ ട്രെയിനിങ് ആൻഡ് ഇന്റർവ്യൂസ് ക്ലിയർ, ദെൻ ഹി വിൽ മൂവ് ടു ജെൻസി. ജെൻസി കുറച്ചും കൂടെ പാക്കേജ് കൂടുതലുള്ളതാണ്. പക്ഷെ പണി ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, എത്ര എക്സ്പീരിയൻസ്ഡ് ആയ ആൾക്കാരായാലും ട്രെയിനിങ് എഞ്ചിനീയർ ആയാലും നമ്മൾ വർക്ക് ചെയ്യണം. ചിലപ്പോൾ ഏജൻസി ആയിട്ട് കയറുന്ന ആൾക്കും ചിലപ്പോൾ സാധാരണ വരുന്ന നോർമലായിട്ട് കയറുന്ന എന്നൊരു കാൻഡിഡേറ്റിനും സെയിം വർക്ക് തന്നെ ആയിരിക്കും, പക്ഷെ അവർ ചെയ്യുന്ന രീതിയും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടായിരിക്കും. സോ പല കമ്പനീസും ഈവൻ പ്രൊഡക്റ്റ് ബേസ്ഡ് ആയാലും സർവീസ് ബേസ്ഡ് കമ്പനീസ് ആയാലും പല കമ്പനീസും ഇന്റേൺഷിപ്പ് ഓപ്പർച്യൂണിറ്റീസ് സ്റ്റുഡൻസിന് കൊടുക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. സോ അത് എത്രത്തോളം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും? എങ്ങനെയാണ് അതിൻ്റെ ഓപ്പർച്യൂണിറ്റീസ്? ഇപ്പോൾ ഇൻറ്റേൺഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് പ്രൊഡക്റ്റും സർവീസും സ്റ്റാർട്ടപ്പ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ലൈക്ക് ജോബ് റിലേറ്റഡ് സോഷ്യൽ മീഡിയ അല്ലേ, ലിങ്ക്ഡിൻ പോലത്തെ സൈറ്റുകളിലൊക്കെ മിനിമം ഒരു 500 ഫ്രണ്ട്സിന് മേലെ അല്ലെങ്കിൽ ഒരുപാട് കണക്ഷൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. കണക്ഷൻസ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും അവർ അപ്ഡേറ്റ് ചെയ്യുന്നവരുടെ ലൈക്ക് പോസ്റ്റുകൾ നമ്മൾ കാണും, ഓപ്പർച്യൂണിറ്റീസ് കാണും. അതുപോലെ തന്നെ മാക്സിമം നിങ്ങൾക്ക് പറ്റാവുന്ന എല്ലാ ജോബ് ഹണ്ടിങ് സൈറ്റുകളിലും നിങ്ങളുടെ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എന്നിട്ട് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നിങ്ങളുടെ അറിയാവുന്ന കമ്പനീസിൻ്റെ ഒക്കെ വെബ്സൈറ്റിൽ പോയിട്ട് നോക്കുക, അതായത് ഇവിടെയൊക്കെ ഇന്റേൺഷിപ്പ് ഉണ്ടോ. അല്ലെങ്കിൽ ലിങ്ക്ഡിൻ ആണെങ്കിൽ നിങ്ങൾക്ക് റെഫറൽ ചോദിക്കാം ഡയറക്റ്റായിട്ട്. നമ്മളൊരു ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഇല്ലേ, അപ്പോൾ നമ്മൾ ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നത് എന്തിനാണ്, നമ്മൾ കണക്റ്റിംഗ് പീപ്പിൾ അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ജോലിക്ക് വേണ്ടി കണക്ട് ചെയ്യുന്നതാണ് നമ്മുടെ ലിങ്ക്ഡിൻ. അല്ലെങ്കിൽ നമ്മുടെ ഇൻഫർമേഷൻ പാസ് ചെയ്യുക, ഒരു ടെക്നോളജിയെക്കുറിച്ച് ഒരു അല്ലെങ്കിൽ എന്തിനേയും കുറിച്ച് നമുക്ക് അറിയുന്ന ഇൻഫർമേഷൻ പാസ് ചെയ്യാനും അല്ലെങ്കിൽ ജോബ് ഹണ്ടിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന സ്ട്രോങ് പ്ലാറ്റ്ഫോമാണ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് ലിങ്ക്ഡിൻ. സോ നിങ്ങൾക്ക് ഒരു ആളെ അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഇന്റേൺഷിപ്പോ അല്ലെങ്കിൽ ജോബ് ഓപ്പണിംഗ് കണ്ടു, അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ നിങ്ങൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് കമ്പനിയുടെ പേര് വെച്ചിട്ട് സെർച്ച് ചെയ്തിട്ട് അതിൽ പീപ്പിൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൽ ഇഷ്ടംപോലെ ആൾക്കാരെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അയാൾ എത്ര പേരുണ്ടെങ്കിൽ അവരൊക്കെ കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ നല്ലൊരു ഇമെയിൽ സെറ്റ് ചെയ്യുക, ഒരു ഡ്രാഫ്റ്റ് ചെയ്ത് ഇമെയിൽ സെറ്റ് ചെയ്തിട്ട്, സാർ ഞാൻ ഇന്നതാണ്, എനിക്ക് ഇന്ന ഇതിലൊക്കെ എക്സ്പീരിയൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഞാൻ എൻട്രി ലെവൽ എഞ്ചിനീയർ ആണ്, നിങ്ങളുടെ കമ്പനിയുടെ ഒരു ഇന്റേൺഷിപ്പ് പ്രോഗ്രാം അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടു, നിങ്ങളൊന്ന് അല്ലെങ്കിൽ ഇന്റേൺഷിപ്പിന് ചിലപ്പോൾ റെഫർ ചെയ്യാൻ പറ്റുന്നില്ല, പക്ഷെ ഒരു എൻട്രി ലെവൽ എഞ്ചിനീയേഴ്സിന് ചിലപ്പോൾ ലിങ്ക് തരാനോ അല്ലെങ്കിൽ ഏതെങ്കിലും വഴി അയാൾക്ക് നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ അങ്ങനെ അയാൾക്ക് ഒരു മെസ്സേജ് കൊടുത്തിട്ട് ആണെങ്കിൽ റെഫർ ചെയ്യാനോ അല്ലെങ്കിൽ എക്സ്പീരിയൻസിന് റെഫർ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ ഇന്റേൺഷിപ്പിനോ ഫ്രഷേഴ്സിനോ ജസ്റ്റ് അയാൾക്ക് ആണെങ്കിൽ ആ ലിങ്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും, എന്തെങ്കിലും ഓപ്പണിംഗ് ഉണ്ടോ വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അത് എപ്പോഴും കീപ്പ് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും ലിങ്ക്ഡിനോ അല്ലെങ്കിൽ ഏത് വെബ്സൈറ്റ് നമുക്ക് നോക്കിക്കൊണ്ടിരിക്കുക ഇന്റേൺഷിപ്പ് ഓപ്പൺ ആണോ. തീർച്ചയായിട്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നെറ്റ്വർക്കിംഗ് എന്നുള്ളത്. പിന്നെ മാക്സിമം എനിക്ക് പറയാനുള്ളത് പെയ്ഡ് ഇന്റേൺഷിപ്പ് ചെയ്യാതിരിക്കുകയാണ് ഏറ്റവും എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഫ്രീ ആയിട്ട് ഇന്റേൺഷിപ്പ്, ഇപ്പോൾ പൈസ നമുക്ക് സ്റ്റൈപ്പൻഡ് ഇല്ലെങ്കിലും ഫ്രീ ആയിട്ട് പണിയെടുക്കാനാണെങ്കിലും അങ്ങനെ പോവുക. അപ്പോൾ നമ്മൾ അതിൽ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് ഒരിക്കലും. ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക. അതിപ്പോൾ നൗക്കറിയിലായാലും ലിങ്ക്ഡിനിലായാലും ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസിൽ അല്ലെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, മാക്സിമം കണക്ഷൻസ് ബിൽഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആക്ച്വലി ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ആ ഒരു എക്സ്പീരിയൻസ് മറ്റേത് പ്ലാറ്റ്ഫോമിലും നമുക്ക് കിട്ടിയെന്ന് വരില്ല അല്ലേ. അതാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് തീർച്ചയായിട്ടും. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു ക്വസ്റ്റ്യൻ വരുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സർവീസ് ബേസ്ഡ് കമ്പനീസും പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസിലും തമ്മിലുള്ള ഓപ്പർച്യൂണിറ്റീസിലുള്ള ഡിഫറൻസ് അത് എങ്ങനെ നമുക്ക് ചൂസ് ചെയ്യാം? സർവീസ് ബേസ്ഡ് കമ്പനീസാണ് ഞാനിപ്പോൾ കണ്ടതിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഓപ്പണിങ്, അതായത് ജോബ് ഓപ്പണിങ് കൊടുക്കുന്നത് സർവീസ് ബേസ്ഡ് കമ്പനീസാണ്. അവരുടെ ഫിൽറ്ററിങ് വളരെ മിനിമലാണ്. ഇപ്പോൾ പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനി ആണെങ്കിൽ അവരുടെ റൗണ്ടുകൾ കുറച്ച് കട്ടിയായിരിക്കും, കുറച്ചും കൂടെ ആയിരിക്കും, കോമ്പറ്റീറ്റീവ് പ്രോഗ്രാമിംഗ് ആയിരിക്കും. കമ്പയർഡ് ടു സർവീസ് ഇറ്റ് ഈസ് ലിറ്റിൽ ബിറ്റ് ടഫ് ആയിരിക്കും. പിന്നെ നല്ല ടഫുള്ള
ഇൻ്റർവ്യൂസ് ഉണ്ട്. പിന്നെ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ പാക്കേജ്, അവർ എടുക്കുന്ന റോൾ. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എഞ്ചിനീയർ എന്ന റോളിലേക്ക് എടുക്കുന്ന ഒരുപാട് പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനീസ് ഉണ്ട്. അപ്പോൾ അവരുടെ ഇൻ്റർവ്യൂ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഫസ്റ്റ് റൗണ്ട് കോഡിംഗ് ആയിരിക്കും, സെക്കൻഡ് റൗണ്ട് ചിലപ്പോൾ വീണ്ടും ഒരു അൽഗോരിതം ഡാറ്റ സ്ട്രക്ചർ റൗണ്ട് ആയിരിക്കും, ചിലപ്പോൾ ഒരു സിസ്റ്റം ഡിസൈൻ ഉണ്ടായിരിക്കും, ചിലപ്പോൾ ഒരു വീണ്ടും ഒരു ഡിസൈൻ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും, ചിലപ്പോൾ മാനേജർ റൗണ്ട്സ് ഉണ്ടായിരിക്കും, അതേപോലെ പല പ്രഷർ ഹാൻഡിൽ ചെയ്യുന്ന റൗണ്ടുകൾ ഉണ്ടായിരിക്കും. അങ്ങനെ പല റൗണ്ടും കഴിഞ്ഞിട്ടായിരിക്കും അതിലേക്ക് എത്തുക. പക്ഷെ അവരുടെ പാക്കേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റാർട്ടിങ് തന്നെ 25 lakh പറയാനും, അല്ലെങ്കിൽ 40-60 lakh പറയാനും, അല്ലെങ്കിൽ അതിന് മേലൊക്കെ ആയിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പല കമ്പനീസും അങ്ങനെ ഹയർ ചെയ്യുന്നത്. അതിൻ്റെ വെച്ചാൽ റൗണ്ട് അത്രയും അവരെടുക്കുന്നത് എഫിഷ്യൻ്റായ ഒരു എഞ്ചിനീയറാണ്. പ്രോബ്ലം സോൾവ് ചെയ്യാൻ എത്രയും മിനിമൽ വേല്യൂസ് എത്രയും പെട്ടെന്ന് പ്രോബ്ലം സോൾവ് ചെയ്തിട്ട് വിത്തൗട്ട് എന്താ പറയുക ആ സിസ്റ്റമായിട്ട് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ കഴിയുന്ന ഒരാളെ. ഓക്കെ ഓക്കെ. ഇപ്പോൾ പലരും പറയുന്ന ഒരു കാര്യമായിരിക്കും, നല്ല ഡ്രീം കമ്പനീസ് ഒരുപാട് എണ്ണം ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ തന്നെ മാങ് കമ്പനീസ് ഒക്കെ ഒരുപാട് ഫോക്കസ് ചെയ്യുന്ന ആളുകളുണ്ടാവും. അപ്പോൾ അവിടേക്കും ഈ ഒരു രീതിയിൽ തന്നെ ആയിരിക്കില്ലേ ഇന്റർവ്യൂസ്? അതെ, സിലിക്കൺ വാലി കമ്പനീസിലേക്ക് ഇങ്ങനത്തെ മാങ് കമ്പനികളുണ്ടല്ലോ, അതേപോലെ തന്നെ വേറെയും കമ്പനികളുണ്ട് കേട്ടോ. ഒരുപാട് വേറെയും കമ്പനികളുണ്ട്. ഓക്കെ, നമുക്ക് അറിയപ്പെടാത്ത ഈ ഒരു പേര് നമ്മൾ അത്ര ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ രീതിയിൽ ബെറ്റർ പാക്കേജ്, അതായത് ഒരു പാക്കേജ് സ്കെയിൽ വളരെ ഹൈ ആയിട്ട് ഹയർ ചെയ്യുന്ന ഒരുപാട് കമ്പനീസ് ഉണ്ട്. അപ്പോൾ അവർ ചെയ്യുന്ന രീതി ഇതാണ്. അവർക്ക് വേണ്ടത് ഒരു വളരെ കോമ്പറ്റീറ്റീവ് പ്രോഗ്രാമിംഗ്, ഡൈനാമിക് പ്രോഗ്രാമിംഗ് ഒക്കെ അറിയുന്ന ഒരാളെ ആണ് കൃത്യമായിട്ട് വേണ്ടത്. അപ്പോൾ അവർ ചെയ്യുന്ന ഫസ്റ്റ് റൗണ്ടുകളൊക്കെ ചിലപ്പോൾ ഒരു കോമ്പറ്റീറ്റീവ് പ്രോഗ്രാമിംഗ് ആയിരിക്കും. സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഒരു ഹാക്കർ റാങ്കോ അല്ലെങ്കിൽ ലീഡ് കോഡോ ഷെഫ് കോഡോ അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാറ്റ്ഫോം വെച്ചിട്ട് അവരത് ഫസ്റ്റ് റൗണ്ട് നടത്തും. എന്നിട്ട് അതിൽ നിന്ന് ഫിൽട്ടർ ചെയ്തിട്ട് നെക്സ്റ്റ് റൗണ്ട് ചിലപ്പോൾ വീണ്ടും ചിലപ്പോൾ ഒരു കോഡിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സിസ്റ്റം ഡിസൈൻ ആയിരിക്കും. അതിൽ തന്നെ ലോ ലെവൽ ഡിസൈനും ഹൈ ലെവൽ ഡിസൈൻ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാനേജർ റൗണ്ട് ചിലപ്പോൾ ഉണ്ടായിരിക്കും, ചിലപ്പോൾ 2-3 ഡിസൈനിങ് റൗണ്ടും അല്ലെങ്കിൽ 2 കോഡിംഗ് റൗണ്ടൊക്കെ ഉണ്ടായിരിക്കും. അതവർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻ്റർവ്യൂവറും പിന്നെ അവരുടെ റോളിലേക്ക് എടുക്കുന്നതായിരിക്കും. പിന്നെ മാനേജർ റൗണ്ട് ഉണ്ടായിരിക്കും, പിന്നെ HR റൗണ്ട് ഉണ്ടായിരിക്കും. അതൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ലാസ്റ്റ് പാക്കേജ് നെഗോസിയേഷൻ വരിക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കോഡിങ്ങിൻ്റെ ഇടയ്ക്ക് നമ്മൾ മെയിൻലി ഇതന്നെയൊക്കെ ആയിരിക്കും ഈ പറഞ്ഞ പോലെ ഡാറ്റ സ്ട്രക്ചേഴ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ക്യൂ, ട്രീ, array, പിന്നെ ലിങ്കഡ് ലിസ്റ്റ്, ഡബിൾ ലിങ്കഡ് ലിസ്റ്റ്, പിന്നെ ഗ്രാഫ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും മെയിൻലി ഇതിൽ തന്നെ ആയിരിക്കും ക്വസ്റ്റ്യൻസ് വരിക. അതിൻ്റെ ഒരു ഹാർഡ് വരും, ഒരു മീഡിയം ഹാർഡ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 2 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഒരു ഇൻ്റർവ്യൂവിൽ വരിക. അപ്പം ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പിന്നെ CS ഫണ്ടമെൻ്റൽ അത്യാവശ്യം വേണം, അതിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരും. പിന്നെ ഡിപ്ലോയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ഫ്രഷേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ഒരു ബേസിക് ആയിട്ട് ഉണ്ടായാൽ മതി. എക്സ്പീരിയൻസ് ആണെങ്കിൽ നിങ്ങൾ ചെയ്ത പ്രൊജക്റ്റിനെ കുറിച്ചും അവർ ചോദിക്കും. അപ്പോൾ എല്ലാവിധം നോളജും നമ്മൾ ഇങ്ങനത്തെ കമ്പനികളിൽ കയറുമ്പോൾ അവരെന്ത് ബേസിക് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, കോഡിങ് ഉള്ള അൽഗോരിതങ്ങളൊക്കെ അത്യാവശ്യം അൽഗോരിതം വെച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ അറിയണം. നമ്മൾ എവിടെ അത് അൽഗോരിതം ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഡാറ്റ സ്ട്രക്ചർ എവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് കൃത്യമായിട്ട് അവർ നോക്കുക. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഫഷണൽസിന് അത്യാവശ്യമായിട്ട് അറിയേണ്ട ഒരു കാര്യമായിരിക്കും ഓൺസൈറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുന്നത്. എത്ര എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് ഞാൻ പറഞ്ഞല്ലോ. ഈ ഓൺസൈറ്റ് ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഡിമാൻഡ് അനുസരിച്ചിട്ടായിരിക്കും നമ്മളെ പുഷ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഒരു സർവീസ് കമ്പനിയിൽ ഇപ്പോൾ എൻ്റെ അറിവ് പ്രകാരം വെച്ചാൽ എല്ലാവരും ഓൺസൈറ്റിന് ശ്രമിക്കുന്നവരായിരിക്കും. എല്ലാവരും ഓൺസൈറ്റ് ശ്രമിക്കുമ്പോൾ നമുക്ക് അവർക്ക് ഫിൽട്ടർ ചെയ്തിട്ട് ഇന്ന് ഇപ്പോൾ 2-3 പേര് ചിലപ്പോൾ അയക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മുടെ സ്കില്ല്, നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ ഒരേ ക്വാളിഫിക്കേഷൻ ഒരേ സ്കില്ല് വരുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു മൈനർ ഏതെങ്കിലും വ്യക്തി മുന്നിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അയാളായിരിക്കും കൊണ്ടുപോകുക. പിന്നെ നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും ഓൺസൈറ്റ്. ചിലവർ 25-26 വയസ്സിൽ ഓൺസൈറ്റ് പോകുന്നവരുണ്ട്, ചിലവർ ലേറ്റർ ആഫ്റ്റർ 30 അല്ലെങ്കിൽ 40-ലൊക്കെ പോകുന്നവരുണ്ട്. എല്ലാം ഡിമാൻഡ് അനുസരിച്ചിരിക്കും. പിന്നെ നമ്മൾ പെർഫോം ചെയ്യുക, അത്രയേ പറയാൻ പറ്റുള്ളൂ. ഓൺസൈറ്റ് ഓപ്പർച്യൂണിറ്റി കിട്ടുക എന്നുള്ളത് അത് ഒക്കെ ഡിമാൻഡ് ഇപ്പോൾ ഓരോ ബിസിനസ് ഡിമാൻഡ്സ് അനുസരിച്ചിരിക്കും. ചിലത് അതെ ക്ലയൻറ്റിനെ ബേസ് ചെയ്തിരിക്കും. പിന്നെ അക്കൗണ്ടിൽ എത്ര പേർക്ക് പോകാൻ പറ്റും എന്നുള്ളതായിരിക്കും, എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്, എത്ര ആൾ എലിജിബിൾ ആണ്, എല്ലാം ഉണ്ട്. അതിനനുസരിച്ചിട്ടായിരിക്കും ഓൺസൈറ്റ് ഓപ്പർച്യൂണിറ്റി. സോ പലരും ലേണിംഗ് മെത്തേഡായിട്ട് യൂസ് ചെയ്യുന്നത് ഇപ്പോൾ വീഡിയോസ് ആയിരിക്കും, ഡോക്യുമെന്റേഷൻസ് ചെക്ക് ചെയ്തിട്ട് പഠിക്കുന്നവരുണ്ടായിരിക്കാം, പിന്നെ വ്ളോഗ്സ് അങ്ങനെ നോക്കിയിട്ട് പഠിക്കുന്നവരുണ്ടാവാം. പക്ഷേ ഇപ്പോൾ ഇതിൽ ഇപ്പോൾ ഒരു 2 years ബാക്ക് അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണ്. അപ്പോൾ അതിൽ മേ ബി ലേറ്റസ്റ്റ് ചേഞ്ചസ് അതിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാവില്ലല്ലോ. സോ അങ്ങനെയുള്ള ഒരു കേസിൽ ഏത് ഡോക്യുമെന്റേഷനിലേക്ക് പോവുക, ഐ മീൻ ഏത് രീതിയിലേക്ക് പഠിക്കുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ളത്? അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നമ്മളിപ്പോൾ വീഡിയോ നമ്മൾ കണ്ടിട്ടാണ് പഠിക്കുന്നത് പറഞ്ഞു. അപ്പോൾ ഈ വീഡിയോ ഇനീഷ്യലി ചെയ്യുന്നവർ എന്താ ചെയ്യുന്നത് വെച്ചാൽ അവർ ആദ്യം പോവുക ഇപ്പോൾ ആ ടെക്നോളജിയെ കുറിച്ചുള്ള
API ഡോക്യുമെൻറ്റേഷൻ്റെ ആയിരിക്കും, അല്ലെങ്കിൽ പ്രസ് റിലീസുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അതിൽ പോകും. ഇപ്പോൾ ജാവയുടെ അല്ലെങ്കിൽ .NETൻ്റെ പൈത്തൺ അല്ലെങ്കിൽ ഏത് ടെക്നോളജി ലാംഗ്വേജോ അതിന് ഒരു പുതിയ അപ്ഡേറ്റുകൾ വരുമ്പോൾ ഒരു API ഡോക്യുമെൻറ്റേഷനോ ഒരു പ്രസ് റിലീസൊക്കെ കൊടുക്കും. അപ്പോൾ എന്തെങ്കിലും ഒരു ഡോക്യുമെൻറ്റേഷൻ ഉണ്ടായിരിക്കും. ആ ഡോക്യുമെൻറ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ഇതെങ്ങനെ യൂസ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കഫ്കയുടെ നോക്കുകയാണെങ്കിൽ കഫ്ക സ്പ്രിങ്ങുമായിട്ട് എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും, അല്ല ഇപ്പോൾ ഡോക്കറിൻ്റെ ആണെങ്കിൽ ഡോക്കർ എങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും, അതേപോലെ കുബർനെറ്റ്സ് ഒക്കെ ആണെങ്കിൽ എങ്ങനെ ഇതിനെല്ലാത്തിനും ഒരു API ഡോക്യുമെൻറ്റേഷൻ ഉണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മളത് ലേറ്റസ്റ്റും ഇന്ന വെർഷൻസിന് ഏതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, ഇന്ന വെർഷൻസിനെ എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് പഠിക്കാം. ഇതാണ് അതിൻ്റെ ബേസിക്. ഒരാൾ അതിൽ നിന്നാണ് പഠിക്കുന്നതെങ്കിൽ അവന് പിന്നെ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. സോ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ വിഷ്ണു ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയി എന്നത് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൽ കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ തീർച്ചയായിട്ടും സ്ഥിരമായിട്ട് നമുക്ക്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലേൺ ചെയ്ത കാര്യങ്ങൾ നമ്മൾ പ്രാക്ടിക്കലി ഇംപ്ലിമെൻറ്റ് ചെയ്ത് നോക്കുക. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ ഒരുപാട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവും, അതിനൊക്കെ ഒരു ആപ്ലിക്കേഷൻ ഇപ്പോൾ ഡെവലപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്തിട്ട് അതൊന്ന് നമ്മുടെ റെസ്യൂമിൽ ആഡ് ചെയ്യാൻ ശ്രമിക്കുക. നമ്മളെ ഇൻ്റർവ്യൂവറുടെ അടുത്ത് കറക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടി പഠിക്കുക. ഇതാണ് കറക്റ്റായിട്ടുള്ള ഒരു ലേണിംഗ് മെത്തേഡ്. അതിലിപ്പോൾ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നു, അതിപ്പോൾ ഓൺലൈൻ ആയിക്കോട്ടെ ഓഫ്ലൈൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെ പഠിക്കാൻ പറ്റുമോ ആ രീതി ചൂസ് ചെയ്യുക. കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുക. എല്ലാവരുടെയും ലേണിംഗ് മെത്തേഡ് ഒന്ന് തന്നെ ആവണമെന്നില്ല, ഒരുപോലെ തന്നെ പഠിക്കണമെന്നില്ല. ചിലർക്ക് ഡോക്യുമെൻറ്റേഷൻ ആയിരിക്കാം, ചിലർക്ക് വീഡിയോ ആയിരിക്കാം, ചിലർക്ക് ഓൺലൈൻ ആയിരിക്കാം, ഓഫ്ലൈൻ ആയിരിക്കാം. സോ ഏതാണോ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ളത്, നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നത് അത് ചൂസ് ചെയ്യുക. എല്ലാവരും കണ്ടിന്യൂസ് ആയിട്ട് ലേൺ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനിയും ചിലപ്പോൾ ഡൗട്ട്സ് ഒക്കെ ഉണ്ടാവാം. അപ്പോൾ അതൊക്കെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾക്ക് സൂചിപ്പിക്കാവുന്നതാണ്. സോ ബേസിക്കലി ഒരു ഇൻ്റർവ്യൂ നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ താങ്ക് യു വെരി മച്ച്. ഓക്കെ, താങ്ക് യു.